പിന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രത്യേകിച്ച് കാനറ ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. കാനറ ബാങ്കിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് എടുക്കും. മറ്റു ബാങ്കുകളിൽ എടുക്കുന്ന പോലെ പെനാൽറ്റി ചാർജ് എടുക്കും. പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം സീറോ ബാലൻസിലേക്ക് നമ്മുടെ അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് കാനറ ബാങ്കിൽ നെഗറ്റീവ് ആകുന്നതായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നെഗറ്റീവ് ബാലൻസിലേക്ക് മാറുമെന്ന് മാത്രമല്ല നമ്മളുടെ അക്കൗണ്ട് OD അക്കൗണ്ടായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള കംപ്ലയിൻസും വരുന്നുണ്ട്. നമുക്കറിയാം ലോൺ അക്കൗണ്ടുകളാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് ഒക്കെ നെഗറ്റീവ് ആയാലൊന്നും നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിന് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുമില്ല. പക്ഷേ ഈ ഒരു കേസിൽ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ട് OD അക്കൗണ്ടായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ, OD അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോൺ അക്കൗണ്ടാണ്, അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ബ്യൂറോകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കേസിൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാനറ ബാങ്കിൽ നെഗറ്റീവ് ബാലൻസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. പലരും കാനറ ബാങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. പല ഫോറംസിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഈവൻ നമുക്ക് ഇത്തരത്തിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ നൽകാനുള്ള ബാലൻസ് നെഗറ്റീവായിട്ട് എത്ര രൂപയാണോ കിടക്കുന്നത് ആ ഒരു നെഗറ്റീവ് ബാലൻസ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. കാരണം അതൊരു OD അക്കൗണ്ടാണ്. നമ്മളത് പേ ചെയ്യുന്നത് വരെ അത് ആക്റ്റീവായിട്ട് നിലനിൽക്കും.